ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം ആളുകുട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. രാവിലെ അപ്പോൾ ഇന്ന് മാളൂട്ടിക്കും അനീഷേട്ടനും ഒക്കെ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അവരെല്ലാം പോയി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലഞ്ചിന് കരുതണമല്ലോ. അപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒരു പായസവും കൂടെ വെക്കുന്നുണ്ട്. അപ്പം ബിരിയാണിയുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് ബിരിയാണി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം പായസം വയ്ക്കും. പായസം അപ്പോൾ കുറേ നേരം ഇരുന്ന് നമുക്ക് നല്ലോണം അങ്ങനെ ഇരുന്ന് പതിയെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ പായസം ഇന്ന് വയ്ക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ പായസമാണ് കേട്ടോ. അത് നമ്മൾ സേമിയ വെക്കാമെന്ന്, അല്ലെങ്കിൽ അടപ്രഥമനാണ് സാധാരണ ഉണ്ടാക്കുന്നത്. സേമിയ ആക്കാമെന്നാണ് കരുതിയത് തന്നെ. അന്നേരം ഷോപ്പിങ്ങിന് പോയ സമയത്താണ് ടെൻഡർ കോക്കനട്ടിൻ്റെ കാണുന്നത്. എന്നാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. ടെൻഡർ കോക്കനട്ടിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കേക്ക് മേടിച്ച് മുറിക്കുന്നുണ്ട്. മാളു ഉച്ചയ്ക്ക് ഉണ്ടാവത്തില്ല, അതുകൊണ്ട് രാത്രിയാണ് മുറിക്കുന്നത്. മാളുവിന് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും അനീഷേട്ടൻ കഴിച്ചിട്ട് പോകും. അനീഷേട്ടൻ പോയതിന് ശേഷം മാളു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ മാളു വന്നതിന് ശേഷം കേക്ക് മുറിക്കുന്നുള്ളൂ. പായസം തിളച്ചിട്ടതിന് ശേഷം 15 മിനിറ്റ് എന്നാട്ടെ ഈ പാക്കറ്റിൽ എഴുതുന്നത്. പക്ഷെ ഞാൻ 15 മിനിറ്റും കൊണ്ടൊന്നും വേഗത്തില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം, ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് വെച്ച് കറി വെന്ത് കഴിയണ വരെയും ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നല്ലോണം വെന്ത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ അത് എടുക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ പായസം വെച്ച് അങ്ങ് മാറ്റി ലോ ഫ്ലെയിമിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ നല്ലോണം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ വേഗത്തില്ല. അതിൽ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 15 മിനിറ്റ് എടുത്താലും അത് സെറ്റാവില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുറുകിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സർലാസ് ഉണ്ടാക്കിയില്ല കേട്ടോ. സർലാസ് ജലദോഷം ചുമയും ഇങ്ങനെ മാറാതെ നിൽക്കണോണ്ട് സർലാസ് ഉണ്ടാക്കിയില്ല, തണുപ്പല്ലേ. അനീഷേട്ടന് ഏകദേശം വരാറാവുന്ന സമയത്ത് ഞാൻ എല്ലാം എടുത്ത് വെക്കും കേട്ടോ. അപ്പം ഇപ്പോൾ വരും, ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പം അനീഷേട്ടൻ വന്നു. കഴിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്താട്ടോ പായസം കുടിച്ചത്. പായസത്തിന് വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ പാൽ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാലട പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കാണുമ്പോൾ നമുക്ക് പാലടയാന്ന് ഫീൽ ചെയ്യുള്ളൂ, പക്ഷേ പാലടയുടെ ടേസ്റ്റും അല്ല, ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റും അല്ലായിരുന്നു. ഒരു പാൽ പായസത്തിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. മാളുവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. മാളും കൂടെ വേണ്ടതായിരുന്നു. പക്ഷേ സ്കൂളുള്ള ദിവസം മാള് 3 മണിയാകുമ്പോൾ വരുമ്പോൾ, അനീഷേട്ടനാണെങ്കിൽ കഴിച്ചിട്ട് 2 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. മാള് വന്നു കഴിയുമ്പോൾ കേക്ക് മേടിക്കാൻ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാളുവിൻ്റെ ഇഷ്ടത്തിന് മേടിക്കാൻ വേണ്ടി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ലുലുവിലാണ് വന്നിരിക്കുന്നത്. ലുലുവിൽ ഇങ്ങനെ എപ്പോഴും ഒരുപാട് കേക്കുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഏൽപ്പിക്കുകയോ അങ്ങനെ ഓർഡർ ചെയ്ത് വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നോക്കി എടുക്കാം. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറായിട്ട് ആദ്യം നോക്കിയത്, പക്ഷെ എപ്പോഴും നമ്മൾ എല്ലാ ഫംഗ്ഷനും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തന്നെ എടുക്കണോണ്ട് എന്നാൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ബട്ടർ സ്കോച്ചിൽ കയറി പിടിച്ചു. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ കണ്ടപ്പോൾ അത്ര ഇഷ്ടം തോന്നിയില്ല ആർക്കും. അന്നേരം ആള് പറഞ്ഞു എന്നാൽ വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് നോക്കി. അങ്ങനെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കണ്ട് ആ വൈറ്റ് എടുക്കാമെന്ന് കരുതി അത് തന്നെ എടുത്തു. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ആയിരുന്നു കേട്ടോ. വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ടിലൊരു ചെറി മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന്
സെലക്ട് ചെയ്ത കേക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. കേക്ക് മുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്.